നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ. അങ്ങനെ ഇന്നും നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് കാറിൽ വെച്ചായി പോയി. മാർക്കറ്റിലേക്ക് വരുമ്പോൾ 24,715 നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് നടത്തി നിൽക്കുകയാണ്. മേജർ റെസിസ്റ്റൻസ് സോണിന് മുകളിലാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് നടത്തി നിൽക്കുന്നത്. 56ാമത് GST കൗൺസിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു GST കൗൺസിൽ മീറ്റിംഗ്, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നേരിട്ട് പങ്കെടുക്കുന്ന ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിറ്റീവായിട്ടുള്ള ആ ഒരു ശുഭപ്രതീക്ഷകളാണ് ഇന്ന് മെറ്റൽ സെക്ടറിൻ്റെ ശക്തമായിട്ടുള്ളൊരു പിന്തുണയോടെ കൂടിയിട്ട് നിഫ്റ്റിക്ക് 24,715 ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചത്. നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ വളരെ പോസിറ്റീവായ രീതിയിൽ ഇന്ന് നിലകൊണ്ടിട്ടുണ്ട്. ടാറ്റാ സ്റ്റീലും ഹിൻഡൽകോയും GSW സ്റ്റീലുമാണ് നിഫ്റ്റിയിൽ ഇന്ന് മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. ഇൻഫോസിസ്, വിപ്രോ പോലെയുള്ള IT കമ്പനീസ് ഇന്ന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 56ാമത് GST മീറ്റിങ്ങിൽ ഈ GST രജിസ്ട്രേഷൻ വളരെയധികം ഈസി ആവും. 3 ദിവസത്തിനകം GST രജിസ്ട്രേഷൻ ലഭ്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കൂടാതെ തന്നെ നമ്മുടെ ഇന്നലെ PM മോഡി പങ്കെടുത്ത സെമികോൺ 2025 എന്ന ആ ഒരു മീറ്റിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഗുണകരമായിട്ടുണ്ട്. അപ്പം 3 ദിവസം കൊണ്ട് GST കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു GSTയിൽ ഇപ്പോൾ നിലവിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പല സെഗ്മെൻറ്റിലും എല്ലാം തന്നെ GST കട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു വരുമാനം കുറയും. അപ്പോൾ ഗവൺമെൻറ് അത് മേക്കപ്പ് ചെയ്യുന്നത് എല്ലാവരും GST എടുക്കുക, ബിസിനസ് ചെയ്യുന്ന എല്ലാ ആളുകളും GST എടുക്കുക എന്നുള്ള ആ ഒരു നയമാണ്. ഈ തവണത്തെ ITR ഫയൽ പോലെ, ഈ തവണ ITR എത്രയാണ് നമുക്ക്, ഇത്തവണയല്ല, നെക്സ്റ്റ് ഇയർ 12 lakhs ആണ് നമ്മുടെ ഇൻകം സ്ലാബ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ITR ഫയൽ ചെയ്യാനായിട്ട് സന്നദ്ധനാവും. കാരണം 12 lakh ആണുള്ളത്. അപ്പോൾ 12 lakh വരെ അതൊക്കെ മുകളിൽ പോകുകയാണെങ്കിൽ മാത്രമാണ് ടാക്സ് വരുള്ളൂ. അപ്പോൾ ആളുകൾക്ക് ITR ഫയൽ ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ITR ഫയൽ ചെയ്യപ്പെടാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ GST കുറച്ചതിലൂടെ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും ഈ ഒരു GSTയുടെ അണ്ടറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 3 ദിവസത്തിനുള്ളിൽ GST എന്ന് പറയുന്ന ഒരു പുതിയ നയമൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ആണ്, കേരളത്തിലും ഓൾ ടൈം ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ലോൺ കമ്പനീസായിട്ടുള്ള മണപ്പുറം, മുത്തൂറ്റും എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. കോൾ ഇന്ത്യ അവരുടെ ഹെൽത്തി പ്രൊഡക്ഷൻ അപ്ഗ്രേഡ് കാരണം 2% ഗോൾഡിൻ്റെയും ഉയർന്നു. ഓല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരാഴ്ചയായിട്ട് ഗംഭീര റാലിയിലാണ് ഓല ഉള്ളത്. ഇന്നും റാലി തുടർന്നു. 11% ഒരു റാലി ഉണ്ടാക്കി. NSTL കമ്പനി ഇന്ന് അവരുടെ ലോക്കിൻ പീരീഡ് അവസാനിക്കുന്ന ന്യൂസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുവഴി സ്റ്റോക്ക് ഫോൾ ആകുമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ലോക്കിൻ പീരീഡ് കഴിയുക എന്ന് പറയുന്നത് ആളുകൾക്ക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്, അതുപോലെയുള്ള HNA, അങ്ങനെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളുകൾക്ക് അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി തന്നെ NSTL ശക്തമായ റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് 3% കണ്ടു. ലുപ്പിൻ, ഫാർമ സെക്ടറിലുള്ള ലുപ്പിൻ ഇന്നലെ അവരുടെ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. അതുകൊണ്ട് ലുപ്പിൻ ഇന്ന് 3% റാലി കണ്ടു. റിലയൻസ് 92 ബില്യൺ യെന്നാണ് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബാങ്ക് അവർ വഴി ഫണ്ടിങ് റിലയൻസിന് ലഭിച്ചിട്ടുള്ളത്. റിലയൻസ് ഇന്ന് 0.5% റാലി. കൂടാതെ തന്നെ ഓൾറെഡി ഇന്നലെ റിലയൻസിന് ഒരു മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്നലെ റിലയൻസ് 1% റാലി രേഖപ്പെടുത്തി. അപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ട്രംപിൻ്റെ എല്ലാം തന്നെ ഈ ഒരു താരിഫ് ഫിയർ ഓൾറെഡി ഡൈജസ്റ്റായി. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് ഇന്ന് 4% ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് L&T സിമ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട്, ഹെൽത്ത് കെയർ കമ്പനിയായിട്ട് AI ഡ്രിവൺ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള ന്യൂസാണ്. സിയറ്റ് കമ്പനി ഗ്ലോബൽ എക്സ്പാൻഷന് വേണ്ടി ഒരു കമ്പനി തയ്യാറെടുക്കുന്നു. കോസ്മോ എന്ന് പറയുന്ന കമ്പനീനെ അക്യൂർ ചെയ്തു. റിലയൻസ്, ജിയോയും ബ്ലാക്ക് റോക്കും കൊളാബ് ചെയ്തിട്ട് നമുക്കറിയാം ഇന്ത്യയിൽ ബിസിനസ്സൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ട് അവർ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. നെയ്ക്ക കമ്പനി ഫെയർനെസ് കമ്പനിയാണ്. അപ്പോൾ കൊറിയൻ ഹെയർ കെയർ ബ്രാൻഡായിട്ടുള്ള RYO അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് നെയ്ക്ക തയ്യാറെടുക്കുന്നു. ഇനോക്സ് വിൻഡ് 189 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ സോളാർ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചു. ഇൻഡസ് ടവർ, CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇൻഡസ് ടവറിനെ ഡൗൺഗ്രേഡ് ചെയ്തു. മോബിവിക്ക് കമ്പനി സാപ്പേ ആയിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ മോബിവിക്ക് കമ്പനി ഏർപ്പെട്ടു. TD പവർ കമ്പനി അവർ
ഇവരുടെ ടാർജറ്റ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ റവന്യൂ ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തു. ആർക്കേഡ് ഡെവലപ്പേഴ്സ് കമ്പനി 148 കോടി രൂപക്ക് വൂളൻ ആൻഡ് ടെക്സ്റ്റൈൽ ലിമിറ്റഡിനെ അക്വയർ ചെയ്തു. മാരുതി അവരുടെ പുതിയ SUV ലോഞ്ച് ചെയ്യുകയാണ്. അഡ്വാൻസ്ഡ് സേഫ്റ്റി സിസ്റ്റം എല്ലാം തന്നെ ഉള്ള SUV ആണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ആൻ്റണി വേസ്റ്റ് കമ്പനി വേസ്റ്റ് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. അപ്പോൾ അവർ പുതിയ റിന്യൂവബിൾ സബ്സിഡിയറി കമ്പനി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള നമുക്ക് ന്യൂസ്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മൾ പേപ്പറുകളെല്ലാം തന്നെ വിശദമായിട്ട് എല്ലാ ദിവസവും ഓഹരി വിപണിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ ഉണ്ട്. ട്രംപ് ഒരു താരിഫ് എല്ലാ രാജ്യങ്ങളും അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള ചർച്ചയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമെന്നോണാണ് ഇന്ത്യ ചൈന ധാരണയിൽ വരുന്നു. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് എയർ ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നു. ഇന്ത്യ നിരോധിച്ച ആപ്പുകൾ വീണ്ടും ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. കൂടാതെ തന്നെ ഇന്ത്യ റഷ്യയായിട്ട് സഹകരിക്കുന്നു, കൂടുതൽ സഹകരിക്കുന്നു, ഉക്രൈനായിട്ട് സഹകരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഉത്തര കൊറിയ പ്രസിഡൻറ്റ് പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ്, ചൈനയിലേക്ക് വരുന്നതായിട്ട് പറയപ്പെടുന്നു. പ്രത്യേക ട്രെയിനാണ് ഉപയോഗിക്കുന്നത് ചൈനയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ബന്ധവൈരികൾ വീണ്ടും എല്ലാവരും ഒത്തുചേരുകയാണ്. ഈ ഒരു ട്രംപിൻ്റെ താരിഫിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളത് മാത്രമാണ് ചിന്ത. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടോ മറ്റുള്ള മേഖലയിലേക്കൊന്നും തന്നെ സഹകരണമല്ല ഉള്ളത്. ഒരു നെക്സ്റ്റ് ഫേസ് ഗ്ലോബലൈസേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ചൈനക്ക് US മാത്രം വിപണിയും ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനീസിന് US മാത്രം വിപണി എന്നുള്ള ധാരണകൾ, എന്നുള്ള ഫോർമുലാസ് എല്ലാം തന്നെ പൊളിച്ചെഴുതി ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലേക്കും, ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഗ്ലോബലൈസേഷൻ പോലെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ലോകത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇനിയിപ്പോൾ US മാത്രം അവകാശപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു രീതി മാറി എല്ലാ രാജ്യങ്ങളിലേക്കും സഹകരിച്ച് എല്ലാ രാജ്യങ്ങളിലേക്കും പ്രൊഡക്റ്റുകളെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്ത് എന്നുള്ള ഒരു പുതിയ നയത്തിലേക്കാണ് ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രംപിൻ്റെ ഒരു താരിഫ് ഹിസ്ര കാലത്തേക്ക്, അതായത് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇത് എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് അത് സത്യം തന്നെയാണ്. പക്ഷേ ലോങ് ടൈമിലേക്ക് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എല്ലാ രാജ്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. US മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. AI നമുക്കറിയാം, NVIDIA പോലെയുള്ള കമ്പനീസ് അവരുടെ ചിപ്പ് ചൈനയിലേക്കെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് US അനുവദിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ചൈന സ്വന്തമായിട്ട് വളരെ ചീപ്പായിട്ട് ഈ ഒരു ചിപ്പ് നിർമ്മാണം നടത്തി ലോകത്തെ എല്ലാവരെയും ഞെട്ടിച്ചത്. അപ്പോൾ കാരണം അത് NVIDIAക്ക് എക്സ്പോർട്ട് ക്ലബ് വന്നപ്പോൾ ചൈനയ്ക്ക് അതൊരു അവസരമായി. അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യക്ക് എക്സ്പോർട്ട് ക്ലബ് ഉണ്ടാവാം, US ടെക്സ്റ്റൈലും എല്ലാം തന്നെ എക്സ്പോർട്ട് ക്ലബ് ഉണ്ടാവാം. ഇന്നതൊരു പ്രശ്നമാണ്, പക്ഷെ നാളെ അതൊരു അവസരമായിട്ട് മാറുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള അനലിസ്റ്റുകളെല്ലാം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇനി ശുഭകരമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.